Now we are discussing inverse Laplace transforms. We have already discussed Laplace transforms and its properties, problems related with the Laplace transforms. Okay, here the definition of inverse Laplace transform is, if L of f of t equal to capital F of s, then f of t is called the inverse Laplace transform of f of s. f of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം എലമെൻ്ററി ഫംഗ്ഷൻസ്. ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സ് പോലെ ആണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് പറയുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ ഫംഗ്ഷൻസുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ ഫംഗ്ഷൻസിനെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം സ്ട്രോങ് ആയിട്ട് മെമ്മറൈസ് ചെയ്യണമെന്ന് പറയുകയാണ്. നമുക്കിത് ആവശ്യം വരും നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ റിസൾട്ടുകളായിട്ട് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്, പ്രൂഫും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം നമുക്ക് ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എന്താണെന്നറിയാം. അതിൻ്റെ ഇൻവേഴ്സ് ആകുമ്പോൾ ആ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സീറോ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. കാരണം എന്താണ്, നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സീറോ ആണ് സീറോ. അപ്പോൾ ഈ സീറോയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സീറോ തന്നെയായിരിക്കും. ഓക്കെ, രണ്ടാമത്തത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈക്വൽ ടു 1/s, ദെൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s ഈക്വൽ ടു 1. ഓക്കെ, ചില ഫംഗ്ഷൻസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. നമുക്ക് നോക്കാം, എൽ ഇൻവേഴ്സ് ഓഫ് 1/s റൈസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയുന്ന കാര്യം എൽ ഇൻവേഴ്സ് ഓഫ് t പവർ n ഈക്വൽ ടു, നമുക്കറിയുന്ന റിസൾട്ട് ഇതാണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 എന്നാണ്. നമുക്കിവിടെ s റൈസ് ടു n കണ്ടുപിടിക്കണം. അതായത് 1/s റൈസ് ടു n ആണ് നമ്മളിവിടെ ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. സോ ഇവിടുത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്താം. അപ്പം നമുക്ക് t റൈസ് ടു n മൈനസ് 1ൻ്റെ എന്താണെന്ന് എഴുതാം. അപ്പം നമുക്ക് എന്താ കിട്ടുക, n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s പവർ n എന്ന് വരും അല്ലേ. അപ്പോൾ s പവർ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, t പവർ n-1 ഡിവൈഡഡ് ബൈ n-1 ഫാക്ടോറിയൽ. ഓക്കെ, t പവർ n-1 ഡിവൈഡഡ് ബൈ n-1 ഫാക്ടോറിയൽ. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്താണെങ്കിലും ലാപ്ലേസ് ട്രാൻസ്ഫോംസും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസും മെമ്മറൈസ് ചെയ്തേ മതിയാവും. നെക്സ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ. നമ്മൾ ഒരുപാട് തവണ 1/s മൈനസ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, e റേസ് ടു at. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റേസ് ടു at ഈക്വൽ ടു 1/s മൈനസ് എ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. നമുക്കറിയുന്ന കാര്യം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ at which is equal to a divided by s square plus a square. Here L inverse of 1 divided by s square plus a square. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്, ഇവിടെ ഒരു എയുടെ പ്രസൻസ് ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കിവിടെ 1/a ഇൻറ്റു സൈൻ 80 എന്ന് വരും. ഇനി ചില പ്രോബ്ലംസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോളാം. നെക്സ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് s divided by s square plus a square. This is equal to cos 80. Seventh one, L inverse of 1 divided by s square minus a square. ഇതിൻ്റെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് cos 80 എന്താണ്, s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അതുപോലെ ഇവിടെ 1/s സ്ക്വയർ മൈനസ് a സ്ക്വയർ വരുന്നത് നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിലാണ് അല്ലെ. മൈനസ് വരുന്നത് സൈൻ h 80 വിച്ച് ഇസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ s സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പോൾ ഇവിടെ വരുന്നത് 1/a ഇൻറ്റു സൈൻ h 80. നെക്സ്റ്റ് 8th വൺ,
നമ്മളിനി പറയുന്നത് കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ കോസും കൂടിയാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോസ് എച്ച് എ ടി എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി is equal to s divided by s square minus a square. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ തന്നിരിക്കുന്ന റിസൾട്ട്സ്. നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ലിങ്ക് ഓർത്ത് വെച്ചിട്ടെങ്കിലും മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ പറയാനുണ്ട്. നമ്മളിപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോംസിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അപ്പോൾ അതുപോലെ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിലും അതിൻ്റെ റിവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലാപ്ലേസ് ട്രാൻസ്ഫോംസിലും ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. നോക്കാം. ഫോർ എനി ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ് whose inverse Laplace transforms exist and any constants a and b, L inverse of a into f of s plus b into g of s equal to a into L inverse of f of s plus b into L inverse of g of s. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് ലീനിയർ കോമ്പിനേഷൻ ആക്കുന്നതും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണെന്ന് അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോംസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ പറഞ്ഞത് എന്തോ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട്, അതായത് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിൽ നടക്കുന്നതാണ്. ഓക്കെ, ഒരു എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി എങ്കിൽ ഈ എസിന് പകരം എസ് മൈനസ് എ വന്ന് റീപ്ലേസ് ആയ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റീസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. ഓക്കെ, അതായത് ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എങ്കിൽ നമ്മൾ പറഞ്ഞത് ഇ റീസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ഇവിടെ അത് തന്നെയല്ലേ പറയുന്നത്. എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് സ്മോൾ എഫ് ഓഫ് ടി എങ്കിൽ എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും ആര്? ഇ റീസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇതും ഫെമിലിയർ തന്നെയാണ്, പക്ഷെ നമ്മളത് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ പറയുന്നത്, അതുകൊണ്ടാണ് നേരിട്ട് റിവേഴ്സ് അല്ല. അതാണ് നമുക്ക് നോക്കാം. ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0, ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി. അതായത് നമ്മളവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോംസിൽ ഡെറിവേറ്റീവ്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാവുമ്പം എഫ് പവർ എന്നിൻ്റെ വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ. അതായത് ഒരു സീരീസ് പോലെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട്, ഒരു ഫൈനൈറ്റ് സീരീസ് പോലെ എഴുതിയിട്ട്, അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ലിങ്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. എനിവേ, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക, എഫ് ഓഫ് എസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ആണെങ്കിൽ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് ടീൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എസ് സ്ക്വയർ വന്നാൽ അതൊരു സെക്കൻഡ് ഡെറിവേറ്റീവായിട്ട് റിലേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു എസ് ഇൻറ്റു എഫ് ഓഫ് എസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഈ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഒരു തവണ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എസ് വരുമ്പോൾ ഇങ്ങനെ, അതായത് എസ് ഇൻറ്റു എഫ് ഓഫ് എസ്, തന്നിരിക്കുന്ന എഫ് ഓഫ് എസിനെ എസ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ എസ് പവർ എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എസ് സ്ക്വയർ, എസ് ക്യൂബ് എന്നൊക്കെ വരുമ്പോൾ, പിന്നെ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ തവണ നമ്മളൊരു റിലേഷൻ പറഞ്ഞപ്പോൾ അതിലൊരു എഫ് ഓഫ് 0യുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ മാത്രമാണ്. എഫ് ഓഫ് 0 ആകുമ്പോൾ മാത്രമേ ഇത് ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പവർ എൻ ഇൻറ്റു എഫ് ഓഫ് എസ്. അതായത് നമുക്ക് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ആണെങ്കിൽ എസ് പവർ എന്നിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ്, എസ് പവർ എൻ ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി ആണ്. ഓക്കെ, nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ n-1th ഡെറിവേറ്റീവ് അറ്റ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ മാത്രമേ
ഈ കണ്ടീഷനും കൂടെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ റിസൾട്ട് ശരിയാവുള്ളൂ. എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു എക്സെട്ര അപ് ടു n-1 ഡെറിവേറ്റീവ് അറ്റ് 0 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം എസ് പവർ n ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, ഫോർത്ത് വൺ നമുക്ക് ഇൻ്റഗ്രേഷൻ തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇനി if L inverse of f of s equal to f of t, f of s ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം f of t ആണെങ്കിൽ നമുക്ക് പറയാം L inverse of f of s by s equal to integral 0 to t f of t into dt. അതായത് നേരത്തെ നമ്മൾ s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് നമുക്കൊരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷനെ s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെറിവേറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിവൈഡഡ് ബൈ എസ് ചെയ്തു. ഒരു എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നതിനെ ഇൻ്റഗ്രൽ 0 to ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എസ് സ്ക്വയർ വന്നാൽ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എസ് ക്യൂബ് വന്നാൽ 3 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഈ റിസൾട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. If L inverse of f of s equal to f of t, then L inverse of f dash of s equal to minus t into f of t. അതായത് ഈ റിസൾട്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത പോർഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ പറഞ്ഞത് ഇതാണ്, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഈ ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, ഈ എഫ് ഓഫ് എസിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് അതിൻ്റെ നെഗറ്റീവ് എടുക്കാം. അതിൻ്റെ റിവേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി എങ്കിൽ എഫ് ഡാഷ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. ഇത് തിരിച്ചു വരുന്നത്. ഓക്കെ, അത് ജനറൽ കേസിൽ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് nth ഡെറിവേറ്റീവ് അറ്റ് എസ് ഈക്വൽ ടു മൈനസ് 1 പവർ n ഇൻറ്റു ടി പവർ n ഇൻറ്റു എഫ് ഓഫ് ടി. ഇത് നമ്മൾ ആ റിസൾട്ടിൽ ജനറൽ കേസ് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നുകൂടി പറയാം. അതായത് ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഓക്കെ, എൽ ഇൻവേഴ്സ് ഓഫ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇങ്ങനെയല്ല, എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി എങ്കിൽ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് 1 പവർ n ഇൻറ്റു ടി പവർ n ഇൻറ്റു എഫ് ഓഫ് ടി. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിനെ ജനറലൈസ് ചെയ്ത് ഈ റിസൾട്ടിനെ നമ്മൾ nth പവറിലോട്ട് ജനറലൈസ് ചെയ്തു എന്നർത്ഥം. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി എങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡിയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത്. ഈ റിസൾട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പോർഷനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ എസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. അതിൻ്റെ റിവേഴ്സ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് എങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, എഫ് ഓഫ് ടി ബൈ ടി ആയിരിക്കും. ഇത്രയാണ് നമ്മളുടെ റിസൾട്ടുകൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ റിസൾട്ടുകളും കൂടെ വേണം. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ഈ ഒരു റിസൾട്ടുകൾ എന്തായാലും മെമ്മറൈസ് ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, താങ്ക് യു.